ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ എൻഐഎ കോടതി നാളെ വിധി പറയും. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തില്ല. എന്നാൽ ബജ്രംഗദൾ അഭിഭാഷകൻ ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടു. നാളെ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ അറിയിച്ചു. ബിലാസ്പൂരിലെ എൻഐഎ കോടതിയിൽ ഇന്ന് രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. ഒരു ഭാഗത്ത് കന്യാസ്ത്രീകളുടെ രണ്ട് അഭിഭാഷകരും മറുഭാഗത്ത് ബജ്രംഗ് ദളിൻ്റെ അഭിഭാഷകരുമാണ് കോടതിയിൽ ഏറ്റുമുട്ടിയത്. പോലീസും പ്രോസിക്യൂഷനും നിരത്തിയ എല്ലാവിധ ആരോപണങ്ങൾക്കും വ്യക്തമായ മറുപടിയാണ് കന്യാസ്ത്രീയുടെ അഭിഭാഷകർ നൽകിയത്. മനുഷ്യക്കടത്തും അതേപോലെ തന്നെ നിർബന്ധിത മതമാത്രവും ഈ കേസിൽ നിലനിൽക്കത്തില്ലെന്ന് രേഖകൾ തെളിയിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് സത്യവാങ്മൂലങ്ങൾ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് കന്യാസ്ത്രീയുടെ അഭിഭാഷകർ വാദിച്ചു. എന്നാൽ ബജ്രംഗ് ദളിൻ്റെ അഭിഭാഷകർ വ്യക്തമാക്കിയത് ഈ കേസ് കൂടുതൽ അന്വേഷണം വേണ്ടതാണ്, അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്താതെ ജാമ്യം അനുവദിക്കുന്നത് ശരിയല്ല എന്നൊരു നിലപാടാണ് ബജ്രംഗ് ദളിൻ്റെ അഭിഭാഷകൻ കോടതിക്ക് മുമ്പാകെ എടുത്തത്. പ്രോസിക്യൂഷൻ ആവട്ടെ കോടതിയുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിനും പോലീസ് കസ്റ്റഡി ആവശ്യമില്ലെന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും വ്യക്തതയോടെ പറയുകയും ചെയ്തു. ഏതായാലും നാളെ കന്യാസ്ത്രീകൾക്ക് ഒരു നല്ലൊരു സന്തോഷ വർത്തമാനം കേൾക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരത് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്.